ഉണ്ട് കിട്ടിയെന്നാണ് കരുതുന്നത്. ഏതായാലും അങ്ങോട്ടേക്ക് പോകട്ടെ. മൂവി ഒരുപക്ഷെ ഗോവിന്ദചാമിയെ പിടികൂടിയതായിട്ടുള്ള ദൃശ്യങ്ങൾ തത്സമയം പോലീസ് കിട്ടി ഗോവിന്ദചാമിയെ പിടിച്ചിരിക്കുന്നു. ഇതാ മാതൃഭൂമി ന്യൂസിൽ പ്രേക്ഷകർ കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ്. അപ്പുറത്തെ സൈഡിലാണ് മതിൽ ചാടി ഇപ്പോ അങ്ങോട്ടേക്ക് ക്യാമറയും ഇതാ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ തത്സമയം കാണൂ. ഗോവിന്ദചാമിയെ പിടികൂടുന്ന ദൃശ്യങ്ങളാണ്. ഈ കെട്ടിടത്തിന് സമീപത്തേക്കാണ്. രാഹുൽ പറഞ്ഞോളൂ. കിട്ടി അഭിലാഷ്, ഗോവിന്ദചാമി പിടിയിൽ. ഇതാ ഗോവിന്ദചാമിയെ പിടികൂടുന്ന ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിലൂടെ കാണും. ഗോവിന്ദചാമി കിണറ്റിനകത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു. ഗോവിന്ദചാമിയെ പിടികൂടുകയാണ്. മാതൃഭൂമി ന്യൂസിലൂടെ തത്സമയം കാണാം പ്രേക്ഷകർക്ക്. ഗോവിന്ദചാമിയെ പിടികൂടുന്ന ദൃശ്യങ്ങളാണ്. ഗോവിന്ദചാമിയെ പിടികൂടുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ്. തളാപ്പിലെ കെട്ടിടത്തിനകത്തുള്ള കിണറ്റിലായിരുന്നു ഗോവിന്ദചാമിയെ ഒളിച്ചിരുന്നത്. ഗോവിന്ദചാമിയെ ഇതാ പോലീസ് പിടികൂടിയിരിക്കുന്നു. പ്രേക്ഷകരെ കണ്ടുകൊണ്ടു ഗോവിന്ദചാമിയെ പിടികൂടി കൊണ്ടുവരുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങൾ ഇതാ. ഈ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിൽ മാത്രമാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുക. തത്സമയം ഗോവിന്ദചാമിയെ പിടികൂടിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഞങ്ങൾ തത്സമയം അത് സംപ്രേഷണം ചെയ്യുകയാണ്. ഈ ദൃശ്യങ്ങൾ സൂപ്പർ എക്സ്ക്ലൂസീവായി മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ച ഞങ്ങളുടെ റിപ്പോർട്ടർ രാഹുൽ കെവിയും ക്യാമറാമാൻ ഷിജിൻ നരിപ്പറ്റിയും നമ്മളോടൊപ്പമുണ്ട്. രണ്ടു പേരോടും എത്ര അഭിനന്ദിച്ചാലും മതിയാവാൻ കഴിയാത്തത്ര ആത്മസമർപ്പണത്തോടെയുള്ള തൊഴിലാണ് ഇന്ന് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിൻ്റെ അഭിമാനവും അതിൻ്റെ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ഈ ദൃശ്യങ്ങൾ നമുക്ക് കിട്ടുന്നതിനൊപ്പം മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിനൊപ്പം നിങ്ങളുടെ കൺമുന്നിൽ അനാവൃതമായ ഒരു കൊടും ക്രിമിനലിന്റെ രക്ഷപ്പെടാനുള്ള ശ്രമത്തെ നിയമം തോൽപ്പിച്ച ആ നിമിഷങ്ങളുണ്ടല്ലോ, അതിനെക്കുറിച്ച് കൂടി വിവരിക്കണം. ഷിജിൻ നരിപ്പറ്റൊപ്പം രാഹുൽ. അത് തീർച്ചയായും ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം മാധ്യമ ജീവിതം അത്ര വലിയൊരു കാലയളവായിട്ടില്ല. പക്ഷേ അതിനിടയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാന ദിവസമായി ഇത് മാറുകയാണ്. കേരളക്കര ഒന്നാകെ ആഗ്രഹിക്കുന്നത് ജയിൽ ചാടിയ ഗോവിന്ദചാമിയെ പിടികൂടുന്ന ആ കാഴ്ചകൾ വാർത്ത കാണുന്നതിന് വേണ്ടിയാണ്. ഗോവിന്ദചാമി മാത്രമായിരിക്കും ഒരുപക്ഷെ, അല്ലെങ്കിൽ ഗോവിന്ദചാമിയെ പിന്തുണച്ച നേരത്തെയൊക്കെ അദ്ദേഹത്തിന് വേണ്ടി കോടതിയിലേക്ക് എത്തിയ ചില അഭിഭാഷകരൊക്കെ ആയിരിക്കണം ഗോവിന്ദചാമി രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന വളരെ ചുരുക്കം ആളുകൾ. ഇപ്പോൾ നമ്മൾ എടുത്തു പറയാം, ഞാനും ഷിജിൻ നരിപ്പറ്റിയും കോഴിക്കോട് കുറ്റ്യാടിയിൽ അവിടെ ഒരു ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിന് അതിരാവിലെ തന്നെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയതാണ്. അതിനുള്ള സമയത്താണ് കണ്ണൂരിലേക്ക് പോകാൻ ഗോവിന്ദചാമിയുടെ വാർത്ത റിപ്പോർട്ട് ചെയ്യാനുള്ള അവസരം, അങ്ങോട്ടേക്ക് പോകണമെന്നുള്ള നിർദ്ദേശം കിട്ടുന്നത്. വരുന്ന വഴിക്ക് നമ്മൾ മൊബൈൽ ഫോൺ വഴി ഈ വാർത്ത ഓരോ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ സൗമ്യയുടെ അമ്മ നമ്മുടെ ചർച്ചയിലുണ്ട്. അവർ പറയുന്ന വാക്കുകളൊക്കെ ഏറെ സങ്കടത്തോടെയാണ് കേട്ടത്. എങ്ങനെയെങ്കിലും ആ പ്രതിയെ പിടികൂടണം എന്ന വാക്കുകളൊക്കെ നമ്മളത് ശ്രദ്ധിച്ചുകൊണ്ടാണ് സ്ഥലത്തേക്ക് വന്നത്. ഏകദേശം കണ്ണൂരിൽ എത്താനാവുന്ന സമയത്ത് ഇയാളെ തളാപ്പിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം കിട്ടുകയാണ്. നാട്ടുകാർ കണ്ടു, പോലീസ് അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. അങ്ങനെ നമ്മൾ നേരെ തളാപ്പിലേക്കാണ് വരുന്നത്. അവിടെ വരുന്ന സമയത്ത് തന്നെ നമ്മുടെ കൺമുൻപിൽ പോലീസ്, ഡോഗ് സ്ക്വാഡ്, നാട്ടുകാരൊക്കെ ചേർന്ന് അവിടെ ഒരു കാട് മൂടിക്കിടക്കുന്ന ഒരു പ്രദേശമുണ്ട്. നഗരമധ്യത്തിൽ തന്നെയാണെങ്കിലും അവിടെ തിരച്ചിൽ നടത്തുകയാണ്. ഗോവിന്ദചാമി അവിടെയുള്ള മതിലെടുത്ത് ചാടി, കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ മതിലൊക്കെ ചാടി വന്ന ഗോവിന്ദചാമിയെ സംബന്ധിച്ച് ഈ ചെറിയ മതിലെടുത്ത് ചാടുന്നത് വളരെ നിസ്സാരകരമായ കാര്യമാണ്. അപ്പോൾ ഈ കാട് മൂടിയ സ്ഥലത്തേക്ക് ഓടിപ്പോയി എന്ന തൊട്ടടുത്തുള്ള കെട്ടിട നിർമ്മാണ തൊഴിലാളികളും പറയുകയുണ്ടായി. അങ്ങനെ നമ്മളും ഈ മതിലെടുത്ത് ചാടി ആ കാട് മൂടിയ സ്ഥലത്ത് പോലീസിന്റെയും ഡോഗ് സ്ക്വാഡിന്റെയും നാട്ടുകാരുടെയും ഒക്കെ തിരച്ചിലിന്റെ ഭാഗമായി ആ മേഖലയിൽ ഒന്നടങ്കം പോലീസ് പല സ്ഥലങ്ങളിലായി തിരയുകയാണ്. അപ്പോൾ ഈ തത്സമയം ഈ വിവരങ്ങൾ എത്തിക്കണമെന്ന് നമ്മൾ നേരത്തെ തന്നെ അത്രയും എന്താ പറയുക, എത്ര എഫേർട്ട് എടുത്തിട്ടാണെങ്കിലും വിവരങ്ങൾ ഓരോന്നും എത്തിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചതാണ്. ഈ കാട് മൂടിയ സ്ഥലത്ത് നിന്ന് തിരച്ചിൽ നടത്തി ഒരു സംഘം, പോലീസിന്റെ ഒരു സംഘം അതിന് താഴേക്ക് പോയി. അവിടെ റോഡാണ്, പിന്നീട് നിരവധി വീടുകൾ വരുന്ന റെസിഡൻസ് ഏരിയ കൂടിയാണ്. അവിടെ നിന്ന് കുറച്ചുകൂടെ ദൂരം പോയി കഴിഞ്ഞാൽ റെയിൽവേ ട്രാക്കിലേക്ക് അടക്കം ഈ പ്രതിക്ക് എത്താൻ കഴിയുന്ന ഒരു അവസ്ഥ കൂടിയാണ്. അപ്പോൾ ഈ വീട്ടുകാരോട് പോലീസ് ചോദിക്കുന്നുണ്ട്, ഗോവിന്ദചാമി ഇതുവഴി പോകുന്നത് കണ്ടിരുന്നോ എന്നൊക്കെ. മൊബൈൽ ഫോണിൽ വീടുകളിൽ വെച്ചിട്ടുള്ള CCTV ക്യാമറകൾ പരിശോധിക്കാൻ കഴിയുന്ന ആളുകളോടൊക്കെ ആ ദൃശ്യങ്ങൾ പരിശോധിച്ചു അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വീട്ടുകാരുടെ മറുപടി ഇയാൾ ഈ വഴി പോകുന്നത് കണ്ടിട്ടില്ല എന്നാണ്. അപ്പോൾ നമുക്ക് ഉറപ്പായി ഗോവിന്ദചാമി ഈ കാട് മൂടിയ സ്ഥലത്തുണ്ട്. ഈ കാട് മൂടിയ സ്ഥലത്ത് തന്നെ ഒഴിഞ്ഞുകിടക്കുന്ന ചില കെട്ടിടങ്ങളുണ്ട്, അതുപോലെ ഓവുചാലും ഒക്കെ തന്നെയുണ്ട്. ആ മേഖലയിൽ തന്നെ ഉണ്ടാകുമെന്ന് നമുക്കും ഉറപ്പായി. അപ്പോൾ നമ്മൾ ഈ റോട്ടിൽ ഉള്ള ഈ റിപ്പോർട്ടിംഗ് തിരച്ചിൽ അവസാനിപ്പിച്ച് തിരികെ ഈ കാട് മൂടിയ സ്ഥലത്തേക്ക് തന്നെ വരികയാണ് ഉണ്ടായിരുന്നത്. മഫ്തിയിലുള്ള 2 പോലീസുകാർ, ആദ്യമേ പോലീസുകാരാണെന്ന് മനസ്സിലായില്ല, ആളുകളോട് ചോദിക്കുകയാണ് ഈ തെരച്ചിൽ എത്രത്തോളം ഉണ്ട്, എങ്ങനെയൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്നു നമ്മൾ പോലീസുകാരാണെന്ന് സംസാരിക്കാൻ കഴിയില്ല. ഈ സമയത്താണ് നമ്മൾ നിന്ന ഈ സ്ഥലത്ത് തൊട്ടടുത്ത് തന്നെയായ ഒരു മതിലാണ്, അതിനപ്പുറത്ത് ഉള്ള സ്ഥലത്ത് നിന്ന്
ഒരാൾ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നത് കേൾക്കുന്നത്. ശരി, അതിന് പിന്നാലെ അതിന് തൊട്ട് പിന്നാലെ നിങ്ങളുടെ രണ്ടുപേരുടെയും ഓട്ടവും നിങ്ങൾ എടുത്ത ഒരു എഫോർട്ടും ഒക്കെ കേരളം മുഴുവനും കണ്ടതാണ്.